ബഷാർ അൽ അസദ് എവിടെയാണ് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം എല്ലാവരും ഉന്നയിച്ചിരുന്നു. ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അസദും കുടുംബവും മോസ്കോയിൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് അഭയം നൽകി എന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. വിമതസേന ഡമാസ്കസിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിനെ തുടർന്ന് സിറിയയുടെ മുൻ പ്രസിഡന്റിനെക്കുറിച്ച് പലതരം ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഊഹാപോഹങ്ങൾക്കെല്ലാം വിരാമം. അസദ് റഷ്യയിൽ ഉണ്ട്. സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ അസദ് തീരുമാനിക്കുകയും രാജ്യം വിടുകയും ചെയ്തത് എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സിറിയയിൽ 2 പ്രധാന താവളങ്ങൾ ഉണ്ട് റഷ്യയ്ക്ക്. അസദിൻ്റെ ഉറച്ച സഖ്യകക്ഷിയാണ് റഷ്യ. അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിൽ എല്ലാ പിന്തുണയും റഷ്യ നൽകി. സിറിയയിലെ 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ തുടർച്ചയായി റഷ്യ ഇടപെട്ടു. ഞായറാഴ്ച പുലർച്ചെ വിമതർ ചെറുത്തുനിൽപ്പില്ലാതെ ഡമാസ്കസ് നഗരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പായ ഹയാത്ത് തഹരീർ അൽ ഷാമും അതിൻ്റെ സഖ്യകക്ഷികളും സ്വേച്ഛാധിപതി ബഷാർ അൽ അസദ് ഓടിപ്പോയി എന്ന് വ്യക്തമാക്കി. ബഷാർ അൽ അസദിനെ സ്വേച്ഛാധിപതി എന്നാണ് അവർ വിളിച്ചത്. സിറിയൻ പ്രസിഡൻസിയിൽ നിന്നോ സൈന്യത്തിൽ നിന്നോ സ്റ്റേറ്റ് മീഡിയയിൽ നിന്നോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ആ ഘട്ടത്തിൽ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അസദിൻ്റെ വാസസ്ഥലത്തെക്കുറിച്ച് ധാരാളം കിംവദന്തികൾ പരന്നു. UK ആസ്ഥാനമായുള്ള നിരീക്ഷണ ഗ്രൂപ്പായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ തലവൻ ഒരു കാര്യം വ്യക്തമാക്കി. അസദ് ഒരു വിമാനത്തിൽ ഡമാസ്കസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, സിറിയ വിട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ട് പോയി, എവിടേക്ക് പോയി എന്നൊന്നും ആ ഘട്ടത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. ആളുകൾ ഡമാസ്കസിനകത്തും പുറത്തും ഒക്കെ നിന്ന് പല വിമാനങ്ങളും ട്രാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തി. ഒരു സിറിയൻ എയർ ഇല്യൂഷൻ 76T കാർഗോ വിമാനം എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതായൊക്കെയുള്ള വിവരം ലഭിച്ചു. ഫ്ലൈറ്റ് റഡാർ ഡാറ്റ അനുസരിച്ച് വിമാനം തുടക്കത്തിൽ മെഡിറ്ററേനിയൻ തീരത്തേക്കാണ് പോയത്. അവിടെ അസദിന് ഒരു ശക്തി കേന്ദ്രമുണ്ട്, അസദിൻ്റെ അൽബൈറ്റ് വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രം. അതുകൂടാതെ 2 റഷ്യൻ സൈനിക താവളങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ വിമാനം പോയത് എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഉയർന്നു പൊങ്ങിയ വിമാനം പെട്ടെന്ന് തന്നെ ടേൺ എടുത്ത് കിഴക്കോട്ട് പറക്കുകയും ചെയ്തു. അപ്പോൾ അസദിനെ പിന്തുണച്ചുകൊണ്ട് 9 വർഷം നിന്ന റഷ്യയിലേക്കാണ് അസദ് പോയത് എന്ന സംശയങ്ങൾ അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടായി. പക്ഷേ വിമാനം കാണാതായപ്പോൾ അത് വെടിവെച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിരിക്കാം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിച്ചു. ഏതായാലും റഷ്യയിൽ അസദ് എത്തിയിരിക്കും. അസദിൻ്റെ ഒരു വലിയ സഖ്യകക്ഷിയാണ് റഷ്യ. കഴിഞ്ഞ 9 വർഷമായി ഈ സഹായം റഷ്യ അസദിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. റഷ്യൻ സൈനിക നടപടികളിൽ സിറിയയിൽ 8700 സാധാരണക്കാർ ഉൾപ്പെടെ 21,000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. സിറിയയിൽ വിമതർ ഡമാസ്കസിലേക്ക് നീങ്ങിയപ്പോൾ അസദിനെ കാണാനില്ലായിരുന്നു. അസദിൻ്റെ പ്രസിഡൻഷ്യൽ ഗാർഡുകളെ അദ്ദേഹം സാധാരണ വസതിയിൽ വിന്യസിക്കുന്നത് പോലെ അവിടെ കണ്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. വിമതർ ഡമാസ്കസ് പിടിച്ചെടുക്കുകയും അസദ് ഭരണകൂടത്തിൻ്റെ അന്ത്യം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അസദ് എവിടെയാണ് എന്ന് എല്ലാവരും ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അജ്ഞാതമായി തുടർന്നു. അസദ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഘട്ടത്തിൽ സിറിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ശനിയാഴ്ച മുതൽ അസദുമായി തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശനിയാഴ്ച രാത്രി 10 മണിക്ക് അവിടെ നിന്ന് വിമാനം പോയിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. അത് വെടിവെച്ചിട്ടോ അതോ അപ്രത്യക്ഷമായോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വേറെ വശത്തും ഉയർന്നുപോയി. അങ്ങനെ പലതരം വാർത്തകൾ പ്രചരിക്കുന്നതിന് ഇടയിലാണ് അസദ് റഷ്യയിലുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഞായറാഴ്ച രാവിലെയും സിറിയയിൽ നിന്നൊരു വിമാനം പുറപ്പെട്ടിരുന്നു. അത് ഈ വിമതർ ഡമാസ്കസിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ വിമാനം പുറപ്പെട്ടത്. അതിലായിരിക്കണം അസദ് രാജ്യം വിട്ടത്. അസദിനും കുടുംബത്തിനും രാജ്യത്ത് അഭയം നൽകി എന്ന് റഷ്യൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് അസദ് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹത അവസാനിച്ചത്. റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ അസദ് തീരുമാനിച്ചതിന് ഒട്ടനവധി കാരണങ്ങൾ ഉണ്ട്. അങ്ങനെ തീരുമാനിച്ചതിൽ ഒട്ടും ആശ്ചര്യവും ഇല്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള സൗഹൃദത്തിൻ്റെ നീണ്ട ഒരു ചരിത്രം അസദിന് പറയാനുണ്ട്.
അസദിനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും എപ്പോഴും ഉറച്ച പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് റഷ്യ. അറബ് വസന്തത്തിനിടയിൽ 2011 സിറിയയിലേക്കുള്ള റഷ്യയുടെ പിന്തുണ നാടകീയമായി വർദ്ധിച്ചു. ലിബിയയിൽ അന്ന് മുഹമ്മദ് ഗദ്ദാഫി വീണപ്പോൾ പുടിൻ ആ മേഖലയിൽ മറ്റെവിടെയെങ്കിലും ഒരു സഖ്യകക്ഷിയെ കിട്ടുമോ എന്ന് തിരയാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ സിറിയയെ കണ്ടെത്തുന്നത്. സിറിയയുടെ താല്പര്യങ്ങളായിരുന്നില്ല, സ്വന്തം താല്പര്യങ്ങളായിരുന്നു റഷ്യ ചിന്തിച്ചത് അന്ന് എല്ലാവരും പറഞ്ഞു. 2011 മുതൽ മോസ്കോ അസദിന് പക്ഷേ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകി. അത് സൈനികമായാലും നയതന്ത്രപരമായാലും അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടുന്ന കാര്യത്തിലൊക്കെ ആയാലും ആ സഖ്യം വളരെ ശക്തമായി തന്നെ നിലകൊണ്ടു. പുടിൻ്റെ സൈന്യം സിറിയയിലെ പലയിടങ്ങളിലും വ്യോമാക്രമണം നടത്തി. അതായത് വിമതർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിലാണ് ഈ ആക്രമണമൊക്കെ അവർ നടത്തിയത്. സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൂടാതെ ചില അവസരങ്ങളിൽ റഷ്യൻ മിലിറ്ററി പോലീസിനെ ആ പ്രദേശങ്ങളിലൊക്കെ അവർ വിന്യസിച്ചു. 2015 പുടിൻ ഐക്യരാഷ്ട്രസഭയിലെ ഒരു പ്രസംഗത്തിനിടയിൽ അസദിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ വിമർശിച്ചു. വലിയ തെറ്റ് എന്നാണ് പുടിൻ അതിനെപ്പറ്റി അന്ന് പറഞ്ഞത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടിയെയാണ് വലിയ തെറ്റ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സിറിയക്കെതിരായ പ്രമേയങ്ങൾ തടയാൻ UN രക്ഷാസമിതിയിൽ റഷ്യ നിരവധി തവണ വീറ്റോ അധികാരം ഉപയോഗിച്ചു. അസദിനും സിറിയയ്ക്കുമുള്ള പുടിൻ്റെ പിന്തുണ പശ്ചിമേഷ്യയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അവരെ സഹായിച്ചു. അതോടൊപ്പം തന്നെ റഷ്യയ്ക്ക് പല രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനും അത് വഴി തുറന്നു. പ്രത്യേകിച്ച് ഈജിപ്ത്, സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ റഷ്യയെ സഹായിച്ചത് ഈ സിറിയയിലുള്ള ഇടപെടലാണ്. സിറിയയിലും പശ്ചിമേഷ്യയിലും ഇനി എന്ത് സംഭവിക്കും എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ സിറിയയിൽ അരാജകത്വം ഉടലെടുക്കും എന്ന് പുടിൻ ഉറച്ച് വിശ്വസിക്കുന്നതായാണ് വിവരം. അരാജകത്വത്തിലേക്ക് സിറിയ വീഴുമ്പോൾ വീണ്ടും അവിടെ ആ രാജ്യത്ത് ഒരു പുനർചിന്തനം ഉണ്ടാകും എന്ന് അദ്ദേഹം കരുതുന്നു. ഒരുപക്ഷെ അസദിന് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞേക്കും എന്നുവരെ പുടിൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ നിർണായക ഘട്ടത്തിൽ അസദിന് പിന്തുണ നൽകുകയാണ് പുടിൻ.